Hi all, myself Sonia Mary, Assistant Professor, Don Bosco College, Kottayam. Today we are discussing about control flow graphs. Okay, welcome to the session. Control flow graphs. അല്ലെങ്കിൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നതാണ് ഫ്ലോ ഗ്രാഫ്. ഫ്ലോ ഗ്രാഫ്സ് എന്ന് ചോദിച്ചാലും കൺട്രോൾ ഫ്ലോ ഗ്രാഫ്സ് എന്ന് ചോദിച്ചാൽ മീൻസ് ദ സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ, control flow graph or flow graph is a graphical representation of program control structures. ഗ്രാഫിക്കലായിട്ട് പ്രോഗ്രാം കൺട്രോൾ സ്ട്രക്ചേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കൺട്രോൾ ഫ്ലോ ഗ്രാഫ്സ് ഓർ ഫ്ലോ ഗ്രാഫ്. നമുക്കറിയാം, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ തൗസൻഡ്സ് ഓഫ് ലൈൻസ് ഓഫ് കോഡ്സ് കാണും അതിൻ്റെ അകത്ത് തൗസൻഡ്സ് ഓഫ് കൺട്രോൾ സ്ട്രക്ചേഴ്സും ലൂപ്സും ഒക്കെ വരാം. അത്തരം കാര്യങ്ങളെ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ പ്രോഗ്രാം കോഡിനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കൺട്രോൾ ഫ്ലോ ഗ്രാഫ്സ്. അപ്പോൾ തൗസൻഡ്സ് ഓഫ് ലൈൻസ് ഓഫ് കോഡ്സിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും പല എലമെൻറ്റ്സ് അതിനകത്ത് യൂസ് ചെയ്യും. ആ എലമെൻറ്റ്സിൻ്റെ പേരാണ് പ്രോസസ് ബ്ലോക്സ്, ഡിസിഷൻസ്, ജംഗ്ഷൻസ്. ഇങ്ങനെയുള്ള പല എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഫ്ലോ ഗ്രാഫ് ഈസ് സിമിലർ ടു ദ ഏർലിയർ ഫ്ലോ ചാർട്ട്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ ഫ്ലോ ചാർട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുമായിട്ട് ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട് ഈ ഫ്ലോ ഗ്രാഫിന്. ഓക്കെ, അപ്പം ഫ്ലോ ഗ്രാഫും ഫ്ലോ ചാർട്ടും രണ്ട് കൺസെപ്റ്റ്സാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലോ ഗ്രാഫിലെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഫ്ലോ ഗ്രാഫിൽ പ്രധാനമായിട്ടും വരുന്ന 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് ആർ പ്രോസസ് ബ്ലോക്ക്, ഡിസിഷൻ, ജംഗ്ഷൻസ് ആൻഡ് case statements. The very first element of flow graph is process block. It is a sequence of program statements uninterrupted by either decision or junction. Sequence of program statements ആണ്, hundreds of statements ആണ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിലൊന്നും തന്നെ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ജംഗ്ഷൻസ് ഇല്ലാത്ത സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമുള്ള ലൈൻസ് ഓഫ് കോഡ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതിനകത്താണ്, പ്രോസസ് ബ്ലോക്കിനകത്താണ്. ഓക്കെ, ഇഫ് any one of the statement of the block is executed, then all the statement thereof is executed. ഇതിനകത്ത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ലൈൻ ബൈ ലൈനായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പോകും. എ പീസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ കോഡ് ഓഫ് 1 സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ 100 സ്റ്റേറ്റ്മെൻറ്റ്സ്. ചില കേസസ് വരുമ്പം പ്രോസസ് ബ്ലോക്കിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ കാണത്തുള്ളൂ. എന്നാൽ ചില കേസസ് വരുമ്പോഴത്തേക്കും ഡിസിഷൻസും ജംഗ്ഷൻസും ഇല്ലാത്ത ഹൺഡ്രഡ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ചേരുന്നതായിരിക്കും, ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചേരുന്നതായിരിക്കും ഒരു പ്രോസസ് ബ്ലോക്ക്. പ്രോസസ് ഹാസ് 1 എൻട്രി ആൻഡ് 1 എക്സിറ്റ്. ഒരു ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്കറിയാം അവിടെ 2 പോസിബിൾ ഔട്ട്കംസ് വരാം. യെസ് എന്നൊരു കണ്ടീഷൻ വരുമ്പോൾ ഒരു ഔട്ട്കം വരാം, നോ. പക്ഷേ പ്രോസസ് ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിംഗിൾ എൻട്രിയും ഒരു സിംഗിൾ എക്സിറ്റും മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, the second flow control element is decision. It is a point at which the control flow can diverge. ഒരു കൺട്രോൾ ഫ്ലോയ്ക്ക് ഡൈവേർജ് ചെയ്യുന്ന ഒരു പോയിന്റിന് പറയുന്ന പേരാണ് ഡിസിഷൻസ്. ഒന്നുകിൽ 2 വേ ആയിരിക്കും, 2 വേ ബ്രാഞ്ചസ് ഉപയോഗിച്ച്, എസ് അല്ലെങ്കിൽ നോ ക്വസ്റ്റ്യൻസ്, എസ് അല്ലെങ്കിൽ നോ ഓപ്ഷൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ 3 വേ. ഇപ്പോൾ എൽസിഫ് ലാഡർ പോലുള്ള കേസസ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ഡിസിഷൻസ് അവിടെ അല്ലെങ്കിൽ വേ അവിടെ വരാം. അപ്പം കൺട്രോൾ ഫ്ലോയിലെ സെക്കൻഡ് എലമെൻ്റ് ആണ് ഡിസിഷൻ. ഓക്കെ, ദ തേർഡ് എലമെൻറ്റ് ഇസ് കേസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. കേസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എ മൾട്ടിവേ ബ്രാഞ്ച് ഓർ ഡിസിഷൻ. മൾട്ടിവേ ബ്രാഞ്ച് അല്ലെങ്കിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് കേസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, എക്സാമ്പിൾ ഓഫ് കേസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ജംപ് ടേബിൾ ഇൻ അസംബ്ലി ലാംഗ്വേജ് ആൻഡ് പാസ്കൽ കേസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. കേസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ടെസ്റ്റ് ഡിസൈൻ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസിഷൻ ആൻഡ് കേസ് സ്റ്റേറ്റ്മെൻറ്റ്. ഡിസിഷൻ എന്ന് പറഞ്ഞ എലമെൻറ്റും കേസ് സ്റ്റേറ്റ്മെൻറ്റ്സും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, then the fourth element is junctions. Junction is the point in the program where the control flow merge. ഒന്നിലധികം നോഡുകൾ അല്ലെങ്കിൽ ലിങ്കുകൾ മെർജ് ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ് ജംഗ്ഷൻ. ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ലിങ്കുകൾ മെർജ് ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ് ജംഗ്ഷൻസ്. ഓക്കെ, ഫ്ലോ ഗ്രാഫ് എലമെൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ ഓർത്ത് നോക്കിക്കേ. പ്രോസസ് ബ്ലോക്ക്, ഡിസിഷൻസ്, കേസ് ആൻഡ് ജംഗ്ഷൻസ്. ഓക്കെ, ഈ ഫിഗർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പ്രോസസ് ബ്ലോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹൺഡ്രഡ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ 1 ഇൻസ്ട്രക്ഷൻസ് വരുന്ന പ്രോസസ് ബ്ലോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന റെക്റ്റാങ്കിളാണ്.
ഓക്കെ. ദെൻ ഡിസിഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയമണ്ട് ബോക്സ് ആണ്. ഓക്കെ. പ്രോസസ് ബ്ലോക്കിന് ശ്രദ്ധിക്കുവാണെങ്കിൽ അവിടെ 1 എൻട്രി ആൻഡ് 1 എക്സിറ്റ്, ഒരു ആരോ മാർക്കാണ്. എൻട്രിക്ക് 1 ആരോ മാർക്ക്, എക്സിറ്റിന് 1 ആരോ മാർക്ക്. ഓക്കെ. ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അവിടെ എൻട്രി 1 ആണ്, പക്ഷേ എക്സിറ്റ് 2 പോസിബിൾ വേസിൽ വരാം. ദെൻ ദ ജംഗ്ഷൻസ്, ഒന്നിലധികം ഫ്ലോകൾ മെർജ് ചെയ്യുന്ന പോയിന്റ്. 1 എന്ന് പറഞ്ഞ നോഡിൽ 2 ലൈൻസ് മെർജ് ചെയ്യുന്നുണ്ട്, ഫ്ലോ കൺട്രോൾസ് മെർജ് ചെയ്യുന്നുണ്ട്. 2 എന്ന് പറയുന്ന പോയിന്റിലും അതുപോലെ മെർജിങ് ഉണ്ട്. ഓക്കെ. ദെൻ ദ ഫോർത്ത് ഫിഗർ കേസ് സ്റ്റേറ്റ്മെൻറ്റ്. കേസ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോഴത്തേക്കും ഒന്നിലധികം ടെസ്റ്റ് കേസസ് വരാം. ഇറ്റ് ഈസ് സിമിലർ ടു ജംഗ്ഷൻ ഡിസിഷൻ്റെ അകത്ത് ഇവിടെ വരുമ്പോഴത്തേക്കും 2 എക്സിറ്റ് ബ്രാഞ്ചസേ ഉള്ളൂ, പക്ഷേ കേസ് വരുമ്പോൾ മൾട്ടിപ്പിൾ എക്സിറ്റ് ബ്രാഞ്ചസ് വരും എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ വരൂ. ഓക്കെ. അപ്പോൾ ഫിഗർ നോക്കി മനസ്സിലാക്കുക. കൺട്രോൾ ഫ്ലോ ഗ്രാഫ് വേഴ്സസ് ഫ്ലോ ചാർട്ട്. ഓക്കെ. നമ്മൾ ആദ്യത്തെ സെഷനിൽ പറഞ്ഞായിരുന്നു ഇറ്റ് ഈസ് സിമിലർ ടു ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നോക്കാം. എ പ്രോഗ്രാം ഫ്ലോ ചാർട്ട് റിസംബിൾസ് എ കൺട്രോൾ ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടും ഫ്ലോ കൺട്രോൾസ് ഗ്രാഫും തമ്മിൽ ഒത്തിരി റിസംബ്ലൻസ് ഉണ്ട്. ഇൻ ഫ്ലോ ഗ്രാഫ് വി ഡോണ്ട് ഷോ ദ ഡീറ്റെയിൽസ് ഓഫ് വാട്ട് ഇറ്റ് ഈസ് ഇൻ ദ പ്രോസസ് ബ്ലോക്ക്. പ്രോസസ് ബ്ലോക്ക് ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്ന ഒരു പ്രോസസ് ബ്ലോക്കിൻ്റെ അകത്ത് എന്താ നടക്കുന്നതെന്ന് നമ്മൾ അവിടെ റെപ്രസെൻറ്റ് ചെയ്യാറില്ല. പക്ഷേ ഫ്ലോ ചാർട്ടിലാണെങ്കിൽ നമുക്കറിയാം, റെക്റ്റാങ്കിൾ ബോക്സിലാണെങ്കിൽ റീഡ് എ കോമ ബി, റീഡ് ചെയ്യുക, എന്താണ് ഓരോ ബോക്സിൽ നടക്കുന്നതെന്ന് നമ്മളവിടെ സ്പെസിഫൈ ചെയ്യാറുണ്ട്. ഇൻ ഫ്ലോ ചാർട്ട് എവറി പാർട്ട് ഓഫ് ദ പ്രോസസ് ബ്ലോക്ക് ഈസ് ഡ്രോൺ. ഫ്ലോ ചാർട്ടിൽ എല്ലാ പോർഷൻസും നമ്മൾ ഡ്രോ ചെയ്യാറുണ്ട്. ദ ഫ്ലോ ചാർട്ട് ഫോക്കസ് ഓൺ പ്രോസസ് സ്റ്റെപ്സ്. ഫ്ലോ ചാർട്ടിൽ പ്രോസസ് സ്റ്റെപ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. വേറാസ് ദ ഫ്ലോ ഗ്രാഫ് ഫോക്കസ് ഓൺ ദ കൺട്രോൾ ഫ്ലോ ഓഫ് ദ പ്രോഗ്രാം. കൺട്രോൾ ഫ്ലോയ്ക്കാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൺട്രോൾ ഫ്ലോ ഗ്രാഫിൻ്റെ അകത്ത് കൊടുക്കുന്നത്. ഓക്കെ. The act of drawing the control flow graph is useful that helps to clarify the control flows and data flow issues. ഈ കൺട്രോൾ ഫ്ലോ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായെങ്കിൽ അത് എവിടെ വെച്ച് അഡ്രസ്സ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ. അപ്പോൾ ഫ്ലോ ചാർട്ടും കൺട്രോൾ ഫ്ലോ ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. ആൻഡ് ഇംപ്രോപ്പർ ട്രാൻസ്ലേഷൻ ഫ്രം ഫ്ലോ ഗ്രാഫ് ടു കോഡിനെ നമ്മൾ ഫ്ലോ ഗ്രാഫായിട്ട് ട്രാൻസ്ലേഷൻ നടത്തുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് വരുവാണെങ്കിൽ വിച്ച് ലീഡ് ടെസ്റ്റ് ഡിസൈൻ, ഈ ഫ്ലോ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് ഡിസൈൻ ചെയ്യുന്നത്, ടെസ്റ്റ് കേസസ് ചെയ്യുന്നത്. ഇതെല്ലാം എന്തായി മാറും? എറേഴ്സായിട്ട് മാറും. അത് ഫ്യൂച്ചറിൽ അൺഡിസ്കവേർഡ് ബഗ്സിനെ ഉണ്ടാക്കും. ഓക്കെ. ഈ സെക്ഷനിൽ നമ്മൾ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഫ്ലോ ഗ്രാഫ് എന്താണെന്നും ഫ്ലോ ഗ്രാഫ് എലമെൻറ്റ്സ് എന്താണെന്നും ഫ്ലോ ഗ്രാഫ് കൺട്രോൾസും ഫ്ലോ ചാർട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും നോക്കി. ഓക്കെ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആക്ടിവിറ്റി സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നോക്കുക, ആൻസേഴ്സ് ചെയ്യുക, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ. താങ്ക് യു സ്റ്റുഡൻസ്.